ഒന്ന് വേഗം ഇങ്ങോട്ടൊന്ന് വാ. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇത് എത്ര ദിവസം എന്ന് പറഞ്ഞാ ഈ പോകുന്നത്? ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. 2 ദിവസം വാങ്ങിക്കണം കേട്ടോ, മറക്കല്ലേ. 2 ദിവസം ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിക്കണ്ട, ഞാൻ നിന്നോളാം. അല്ലേ എവിടെ പോവാ നിങ്ങൾ രണ്ടുപേരും കൂടെ? അമ്മ ഇവിടെ അച്ഛന് വയ്യാതെ നടക്കുക, വീട്ടിൽ വരെ പോയിട്ട് വരട്ടെ. യോ അപ്പൊ പാലുകാച്ചിന് പോവണ്ടായോ? അതങ്ങ് മറന്നു പോയോ? ഓ അത് ഇന്നായിരുന്നു. അതെങ്ങനെ പറ്റുന്നേ? അച്ഛന് വയ്യാതെ കിടക്കുമല്ലേ, എനിക്ക് അച്ഛനെ പോയി കണ്ട. ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നതാ? അതെന്തോ ചാവാൻ കിടക്കുവന്നോ? അല്ല, ഇപ്പം ചത്തുപോയിരുന്നാൽ എന്തുവാ? ഒരു ദിവസം ബോഡി അങ്ങനെ കിടന്നെന്ന് വിചാരിച്ച് അഴുകി പോത്തതും ഒന്നുമില്ലല്ലോ. മോർച്ചറി വെക്കാം നമുക്ക്. എനിക്ക് അച്ഛനെ കണ്ടേ പറ്റത്തുള്ളൂ. അതെ, അച്ഛൻ അവിടെ നിന്നും പോവത്തില്ലല്ലോ. അതുപോലെയാണോ ഒരു പാല് കാച്ച്? നിങ്ങളുടെ സൗകര്യത്തിന് ഇരിക്കുവാന്നോ? ഒരു വീണ്ടും ഒരു വീട് വെച്ച് പാല് കാച്ചാൻ ഒക്കുന്ന കാര്യമാണോ? അപ്പൊ പോവേണ്ടതല്ലയോ? നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇനി ഒരു പാല് കാച്ച് നടത്തണമെങ്കിൽ ഞാൻ ഇനി അവരോട് പറയാം, ഒരു വീട് വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു പാല് കാച്ച് നടത്താന്. അതൊന്നും നടക്കുന്ന കാര്യമല്ലേ കുഞ്ഞ്? എടി നിന്റെ അച്ഛന് ഫുഡ് പോയിസൺ അല്ലയോ? 2 ദിവസം കഴിഞ്ഞ് പോയി കണ്ടാൽ എന്തോ കുഴപ്പം? അമ്മ പറഞ്ഞതിന് കാര്യമില്ലേ? എന്തോ മനസ്സിലാക്കാത്തേ? നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വരുന്നില്ല. പാല് കാച്ചല്ലയോ ഇവിടെ ബന്ധു കൂടാ, അത് പോയാൽ പറ്റത്തുള്ളൂ. എന്താ സ്വഭാവം ഈ പെണ്ണിന്റെ? അച്ഛനാണോ വലുതിപ്പം? അമ്മ പോയി റെഡിയാവമ്മ. ആ ശരി. അത് പഴുത്തേ അല്ലത്. അത് കുഴപ്പമില്ല, നിന്ന് കഴിഞ്ഞാൽ കിളി കൊത്തത്തുള്ളൂ. ഓഹ് എന്റെ കണ്ണ് കണ്ണ് മതി മതി. മോനെ വേണ്ട, അമ്മ ഇച്ചിരി പായസം വെച്ചൊന്ന് കുടിച്ചോ നോക്കിയേ, മധുരം ഉണ്ടോന്ന്. അമ്മ ഞങ്ങൾ ഷുഗർ കട്ടാ, ഡയറ്റില്ല, പഞ്ചസാര ഒന്നും കഴിക്കത്തില്ല. ഷുഗർ കട്ടോ? എന്തോ ഷുഗർ കട്ടാന്നെന്നാ? ഒരു ഇച്ചിരി പഞ്ചസാര കുടിച്ചെന്ന് വിചാരിച്ചു ഒരു കുഴപ്പവും വരത്തില്ല. പണ്ടത്തെ മനുഷ്യരൊക്കെ എത്ര കട്ട് നോക്കുന്നു. പണ്ടത്തെ മനുഷ്യരുടെ കൂട്ടല്ലല്ലോ അമ്മ. പണ്ടത്തെ മനുഷ്യരുടെ ജീവിതശൈലി അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇവിടെ ഇപ്പൊ പാടത്തും പറമ്പിലൊന്നും പോയി കിളയ്ക്കുന്നില്ലല്ലോ. പോയി പണിയെടുക്കണം. ചുമ്മാതെ ശരീരം അനങ്ങാതിരിക്കുന്നത് കൊണ്ടാ ഈ കട്ടൊക്കെ നോക്കേണ്ടി വരുന്നത്, അറിയാമോ? അല്ലാതെ ഫോണിൽ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നാലും ഒക്കത്തില്ല. എൻ്റെ അപ്പൂപ്പനെ 120 വയസ്സ് വരെ ഇരുന്ന് ഒരു BP ഇല്ല, ഒരു അറ്റാക്കും ഇല്ല, ഷുഗറും ഇല്ല, ഒന്നുമില്ല. എത്ര നാൾ ജീവിച്ചിരുന്നെന്ന് അറിയാവോ? നല്ലപോലെ മധുരവും കഴിക്കുമായിരുന്നു, എന്തോ വേണമെങ്കിലും തിന്നുമായിരുന്നു. നിങ്ങൾക്കൊക്കെ അല്ലയോ ഇപ്പൊ ഷുഗർ കട്ട് എന്ന് കൊണ്ടിരിക്കുന്നേ? ഇപ്പൊ പ്രസവിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറ്റാക്ക് വരുക. എന്താ കാര്യം? നിങ്ങളുടെയൊക്കെ ജീവിതശൈലി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് നിങ്ങൾ ഷുഗർ കട്ട് നോക്കുവോ, എന്തു വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഞാനൊരു ഇച്ചിരി പായസം ഉണ്ടാക്കി സ്നേഹത്തോടെ കൊണ്ട് തരുമ്പം അത് വേണ്ടാന്ന് പറയുന്നുണ്ടല്ലോ, ഒരിച്ചിരി വിഷമമാണ് മക്കളെ. നിങ്ങൾ എന്നും ഇങ്ങനെ കട്ട് നോക്കിക്കൊണ്ടിരുന്നാലോ. ഹെൽത്ത് നോക്കണ്ടായോ എന്ന് വെച്ചല്ലേ? ഹെൽത്ത് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞതിലും കാര്യമില്ല. ഇതൊക്കെ എന്തിനാ നമ്മൾ കഴിക്കാതിരിക്കുന്നത്? ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കി ഇങ്ങോട്ട് വിടുന്നത്. അപ്പോൾ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവളോട് അമ്മ എന്നെ മടിപ്പിക്കുന്നത്. ഞാനിതൊക്കെ കഴിച്ചോണ്ടിരുന്നേ. കാരണം ഷുഗർ കട്ട് എടുക്കുക, എന്തോ കാര്യത്തിന് ഷുഗർ കട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലടി. അമ്മ ഇങ്ങോട്ട് കൊണ്ടുപോകാം. മക്കള് കൂടിയോടാ. ഈ മാസത്തെ ബഡ്ജറ്റ് കയ്യിൽ നിന്നില്ല, എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. എന്തോ കട്ട് ചെയ്യാനാ? ഇവിടെ ഉള്ള എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഞാനും അത് ആലോചിക്കുന്നു. അല്ല ഞാനൊരു കാര്യം ചോട്ടെ, നമ്മൾക്ക് എന്തിനാ ഈ പത്രം വരുത്തുന്നേ? പത്രം വരുത്തി എന്തിനാ? ന്യൂസ് അറിയാൻ. ഇതിന് നമ്മൾ വായിക്കുന്നുണ്ടോ? വായിക്കുന്നില്ല, പക്ഷെ പത്രം വേണ്ടേ? മൊബൈലിലല്ലേ ന്യൂസ് അറിയുന്നേ? ഒരു മാസം ഒരു 12 പോട്ടെ 15 രൂപ പത്രത്തിലെന്ന് വെച്ചോ. അതാവുമ്പോൾ മാസമല്ല, ഒരു ദിവസം 15, ഒരു മാസം ഒരു 10 ദിവസം കൂടുമ്പോൾ 150, 20 ദിവസം 300, 450, 500 രൂപ ഒരു മാസം. 500 രൂപ നമുക്ക് ചിലവാകും. ഒരു വർഷം 5000 രൂപ മിനിമം കൂട്ട്. അപ്പോൾ നമുക്കത് മാറ്റിക്കൂടെ? നമുക്ക് പത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പത്രം കട്ട് ചെയ്യാൻ പോവാ. എന്നാ പിന്നെ കട്ടി. പത്രം കട്ട് ചെയ്യുന്നില്ല. അല്ല നമ്മളാരും വായിക്കുന്നില്ലോ, ഞങ്ങൾ മൊബൈലിലാണ് നോക്കുന്നേ. മോളെ, രാവിലെ ഒരു പത്രം വന്ന് നമ്മുടെ മുറ്റത്തെ ഒന്ന് കറങ്ങി ഇങ്ങോട്ട് വീഴുന്നത് കണ്ടാലുണ്ടല്ലോ, അത് തന്നെ ഒരു സുഖവാ. ആ പത്രം എടുത്ത് ഒരു ചായയൊക്കെ ആയിട്ട് ആ കസാരയിൽ വന്നങ്ങോട്ട് ഇരിക്കുമ്പോഴേ അതങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മണം, അതൊരു വല്ലാത്ത സുഖവാ മക്കളെ. അതിന് അമ്മ പത്രം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെനിക്ക് എഴുത്തും വായന അറിയാവോ? ഞാൻ പടം കാണും. ഇതൊക്കെ അനാമത, ഞങ്ങൾക്ക് നെറ്റ് ഉണ്ട്. നിങ്ങൾ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അത് തീരുമ്പോ എന്ത് ചെയ്യും? റീചാർജ് ചെയ്യും. റീചാർജ് അതും തീരുമ്പോ എന്ത് ചെയ്യും? പിന്നെ റീചാർജ് ചെയ്യും. പിന്നെയും ചെയ്യും. അപ്പൊ എന്തും വേണ്ടി പൈസ ആവുന്നുണ്ട്. ഈ പത്രം അങ്ങനല്ല. പത്രം 30 ദിവസമാവുമ്പോൾ അതിന്റെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് കടയെ കൊണ്ട് കൊടുത്താലേ പൈസ കിട്ടും.
മക്കളെ അത് മാത്രമല്ല, നമുക്കൊന്ന് കറണ്ട് പോയി ഒരു പത്രം എടുത്ത് കട്ടിക്കൊന്ന് എടുത്തിട്ട് ഒന്ന് വീശിയാലേ നല്ല സുഖം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് പൊതിയണമെങ്കിൽ പത്രം വേണം. അത് തന്നെയല്ല, കരിയില കൂട്ടിയിട്ട് ഒന്ന് കത്തിച്ചു വെക്കണമെങ്കിലും അതിനും പത്രം ആവശ്യമാണോ? ആണ്. അപ്പോൾ തൂക്കി വെക്കാനും കത്തിക്കാനും പൊതിയാനും ഒക്കെയാണ് പത്രം, അല്ലാതെ വായിക്കാനല്ല. അമ്മ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് പറയുന്നത്. പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുച്ഛിച്ച് കളയാൻ പറ്റുമോ? അമ്മ പറഞ്ഞതിനും കാര്യമുണ്ട്. പിന്നെയും നമ്മൾ റീചാർജ് ചെയ്യണം. ഇത് തൂക്കി വിറ്റ പൈസയാണ് കയ്യിലോട്ട് വരുന്നത്. അപ്പം വെട്ടണ്ട, പത്രം കട്ട് ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യ്, ബജറ്റ് അമ്മയും മോനോടൊന്ന് മാനേജ് ചെയ്തോ. പറഞ്ഞതിനും കാര്യമില്ല, അതൊന്നും മനസ്സിലാക്കുന്നു. പത്രം കട്ട് ചെയ്യുന്നില്ല അമ്മ. അത് എനിക്കറിയാം, ഞാൻ പറയുന്നതിനപ്പുറം എൻ്റെ മോനില്ലെന്ന് എനിക്കറിയാം. ചേച്ചി 550 രൂപയുള്ളൂ ചേച്ചി. എൻ്റെ കയ്യിൽ നിന്ന് ചേച്ചി എടുക്കാൻ തന്ന 550 രൂപയുള്ളൂ ചേച്ചി. ഇത് കടയിൽ പോയി ഒന്ന് തിരക്കി നോക്ക്. 1000 രൂപയാണ്. ഞാൻ ഇത് അവിടുന്ന് ഫ്രഷ് എടുത്തുകൊണ്ട് വരുന്ന പുത്തൻ സാധനമായത്. കോയമ്പത്തൂരിലെ അമ്മമാർ അമ്മച്ചിമാർ എല്ലാം ഇടുന്ന ഇന്ത മെറ്റീരിയൽ താ. അല്ല, അവിടുത്തെ ആൾക്കാരൊക്കെ ഇടുമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മ ഇടുന്നതും അറിയില്ല, ഊടുന്നതും അറിയില്ല. അന്തമാതിരി സോഫ്റ്റ് തുണി ഇതായത്. അല്ല, അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. കാരണം ഊരി പോകുന്നത് അറിയത്തില്ലെങ്കിൽ പിന്നെ മെനക്കെടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇവിടം വരെ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് അമ്മച്ചി എനിക്ക് 550 രൂപ മാത്രം തന്നാൽ മതി. 1 രൂപ ഞാൻ ലാഭം വെക്കുന്നില്ല അമ്മ. ഒന്നതാ, ഇതുപോലെ 6-5 പീസ് കിടക്കുന്നു. അമ്മ എടുക്കട്ടാ? നോക്കട്ടെ. ഇത് കൊള്ളാമല്ലോ. ഇതിനാണ് 550 രൂപ. അതമ്മ ഇനിയുണ്ട് ഡിസൈൻസ്. ഇതാ നോക്കമ്മ, പലതരം കളറുള്ള ഡിസൈൻസ് ഉണ്ട്. ഇന്നമ്മ കൊള്ളാം, നല്ല പുള്ളിയൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്, ഒരു 5-6 എണ്ണം എടുത്തോ. ശരി അമ്മ. എന്തോ 5-6 എണ്ണം ഒക്കെ 550 രൂപയേ ഉള്ളു. 550? അപ്പൊ എത്ര രൂപ ലാഭം എടുക്കുന്നു ചേച്ചി? ഒരു ലാഭം പോലും ഇല്ലാതെ 550 രൂപയ്ക്കാണ് തരുന്നത്. ലാഭമില്ലാതെ 550 രൂപ. ഇത് 350 രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച 2 എണ്ണം. ഓർമ്മയില്ലേ? ഇതിപ്പോ എത്ര? 550 രൂപയ്ക്ക് മേടിക്കാനോ? ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ഇതിന് 300 രൂപയുള്ളൂ. മോളെ, അയാളാണെങ്കിൽ ലാഭം ഒന്നും എടുക്കുന്നില്ല മോളെ. അയാൾ പറഞ്ഞത് സത്യമായിരിക്കും. അമ്മയ്ക്ക് എന്തുവാ അമ്മേ? അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് അറിയാം. ഈ ഡ്രസ്സിനെ കുറിച്ച് അവളെയാണ് പഠിപ്പിക്കാൻ നിൽക്കുന്നത് അമ്മ. കഴിഞ്ഞ വട്ടവേ പുള്ളിക്കാരൻ കൊണ്ടുവന്ന സാധനം മൊത്തത്തിൽ പിഞ്ചിപ്പോയി. ഇതെങ്ങാണ്ട് ആ റോഡരികിൽ നിന്ന് വാങ്ങിക്കുന്ന എങ്ങാണ്ട് കൊണ്ടുവരുവാ. പറഞ്ഞ മനസ്സിലാവാത്ത എന്താ അമ്മേ? പോയെ കൊണ്ടുപോടെ ചേട്ടാ. ഓർമ്മമെങ്കിൽ പോ. ചുമ്മാതെ അമ്മയ്ക്ക് എന്തുവാ അമ്മേ? തുണിയുടെ കാര്യം അവളെയാണ് പഠിപ്പിക്കാൻ നിൽക്കുന്നത് അമ്മ. ഒരു വക അറിയത്തില്ല, അങ്ങ് നടക്കുവാണ്. ഇവിടുത്തെ ഹാൻഡ് വാഷ് എന്തിയേ? അതെങ്ങനെ? വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം വേണം. എന്തോ വേണം വേണ്ട എന്നുള്ളത് ഒന്നും അറിയത്തില്ല. എനിക്കറിയത്തില്ല എവിടാന്നൊന്നും. എന്തോ അമ്മേ? ഹാൻഡ് വാഷ് കണ്ടില്ല. ഞാനാണല്ലോ ഹാൻഡ് വാഷ് വാങ്ങിച്ചത്. അമ്മ എവിടെ നിന്ന് നോക്കിക്കേ കാണും. നീ കള്ളം പറയാതെ. എവിടെ മേടിച്ചെന്നാ? ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ വാ, മേടിച്ചെന്ന്. ഞാൻ വാങ്ങിച്ചതാ അമ്മേ. ഞാൻ കഴിഞ്ഞ വട്ടം പോയി വാങ്ങിച്ചതാ. ഞാൻ ഇവിടെ നോക്കാൻ ഒരു സ്ഥലമില്ല, ഞാൻ കണ്ടില്ല. ഹാൻഡ് വാഷ് കാണുന്നില്ലെന്ന്. നീ എന്റെ മേടിച്ചു തന്നത്? ഹാൻഡ് വാഷ് കണ്ടില്ല. അമ്മ ഇവിടെ എല്ലാം നോക്കി. ഞാൻ ഇവിടെ എല്ലാം നോക്കി, ഹാൻഡ് വാഷ് കാണാനില്ല. അമ്മ ഞാനല്ലേ അമ്മ പൈസ കൊടുക്കുന്നത്. എന്തുവാ അമ്മ ഇത്? കാണാതിരിക്കാൻ എന്തുവാ? ഇതെന്തുവാ അമ്മേ? ഇത് ഹാൻഡ് വാഷ് ആണെന്ന് വിളിച്ചത്. അതും എല്ലായിടത്തും ഒന്ന് നോക്കണം കേട്ടോ. എനിക്ക് അമ്മയും അവളും ഒരേപോലെ ഉള്ളു. ആര് തെറ്റി കാണിച്ചാലും പറയേണ്ട കാര്യം ഞാൻ പറയും കേട്ടോ. ചുമ്മാ എല്ലാത്തിനും അവളെ അങ്ങ് കുറ്റപ്പെടുത്താതെ അമ്മേ.
മദനോത്സവം. പറയളിയാ? അയ്യോ ഇല്ലടാ, ഞാൻ രാത്രിയിലില്ലടാ. അവളാന്നേ ഒറ്റയ്ക്കുള്ളടാ, ശരിയാവത്തില്ല. മോനെ എനിക്ക് ആ ഓട്ടോക്കാരന് കൊടുക്കാൻ 150 രൂപ വേണം. ആ എടാ ഞാൻ വിളിക്കാളേ, ഞാൻ വിളിക്കാം. പോയിട്ടോ. എത്ര അമ്മേ? 150. ഹലോ, മിസ്റ്റർ സഞ്ജു അല്ലേ? അതെ. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ആ പറഞ്ഞോ. നിങ്ങളുടെ അമ്മ ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു. എന്ത് കംപ്ലൈന്റ്? നിങ്ങൾ അമ്മയെ നോക്കുന്നില്ല, നിങ്ങൾ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. മോളെ മക്കളെ ഇച്ചിരി വെള്ളം താട്ടെ, എനിക്കങ്ങ് ദാഹിക്കുന്നു. എവിടെയായിരുന്നു? ഞാൻ ഇടത്ത് വരെ ഒന്ന് പോയി ഇറങ്ങി നടക്കാൻ ഒരു മിനിറ്റ് അമ്മേ. ഹലോ. ഹലോ നമസ്കാരം, ഇത് വക്കീൽ ഓഫീസിൽ നിന്നാണേ. ആ പിന്നെ ഇതുപോലെ നിങ്ങളുടെ ഭർത്താവിന് കേസ് നിങ്ങളുടെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തു. എന്തിനായിരുന്നു? പിന്നെ അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുന്നില്ല എന്നാണ് കേസ്. അപ്പം നാളെ ഞങ്ങൾ നോട്ടീസ് അയക്കും, അത് കൈപ്പറ്റാൻ നിങ്ങളോട് ഉണ്ടാവണം. ഞങ്ങൾ എന്ത് തെറ്റാമ്മ അമ്മയോട് ചെയ്തത്? എനിക്ക് നീതി വേണം, എനിക്കത് കിട്ടിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാറുണ്ടോ? എനിക്കിവിടെ ഒരു അംഗീകാരമുണ്ടോ? ഞാൻ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. എവിടെങ്കിലും നിങ്ങൾ രണ്ടുപേരും എവിടെങ്കിലും മൂലയ്ക്ക് അവിടെ ഇവിടെ മാറി നിന്ന് നിങ്ങൾ ചിരിക്കുക, വർത്താനം പറയുക അല്ല, ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. എന്നോട് എന്തെങ്കിലും പറയുന്നോ? ഇല്ലല്ലോ. അമ്മ എന്തിനാ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തേ? അതെ, മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടാത്തതേ കോടതിയിൽ നിന്ന് ഞാൻ മേടിച്ചോളാം കേട്ടോ. ഒന്നുമല്ലേലും ഞാൻ അമ്മയുടെ മോനല്ലയോ അമ്മേ? കേൾക്കണ്ട, എന്നെ ഇനി അമ്മേന്ന് വിളിക്കരുത്. നമ്മളിത് അമ്മയും മകനും അല്ല, നമ്മൾ കക്ഷികളാണ്. ഞാൻ വാദി, നീ പ്രതി. ഇനി നമുക്ക് കോടതി കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ലോകപ്രസിദ്ധമായ ഹരികൃഷ്ണ അസോസിയേറ്റ്സിൽ നിന്ന് വരികയാണ്. ഞങ്ങളുടെ സീനിയർ അഡ്വക്കേറ്റ്സ് ഹരിയും കൃഷ്ണനും ഞങ്ങൾ ഇവിടെ ഒരു കേസുണ്ട്, അതൊന്ന് അന്വേഷിച്ച് വരാൻ പറഞ്ഞു. ഡീറ്റെയിൽസ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെ, ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഗുപ്തൻ്റെ കേസ് ഇപ്പോൾ തെളിയിച്ചവരിപ്പോൾ നാട്ടിലെത്തിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വന്ന കേസാണ് നിങ്ങളത്. അപ്പം അവർക്ക് തിരക്കുള്ളതുകൊണ്ടാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതാരാണോ? അതെ. അപ്പോൾ അവർക്ക് തിരക്കുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പം കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഞങ്ങളോട് പറയുക. അപ്പം അമ്മയാണല്ലോ ആദ്യം കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം അമ്മയുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞോ അമ്മേ, എന്തൊക്കെയാണ്? എനിക്ക് പറയാനുള്ളത് സാറേ, എനിക്ക് നേരെ ഇവിടെ ആഹാരം കിട്ടുന്നില്ല. എനിക്ക് ആണെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ എപ്പോഴെങ്കിലും ചെന്ന് വെള്ളം അനത്തി കുടിച്ചെങ്കിൽ എനിക്ക് കുടിക്കാനൊക്കത്തുള്ളൂ. അവരെപ്പോഴെങ്കിലും പോകുന്ന വഴി പോയി വരുമ്പം വരും, എന്നോടൊന്ന് പറയുവാട്ടെ, അല്ലെങ്കിൽ എവിടെ പോവാന്നൊന്ന് ചോദിക്കുവാട്ട് ചെയ്യത്തില്ല. പിന്നെ അവർ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ഇവിടെ നിന്ന് രഹസ്യം പറഞ്ഞ് ചിരിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എന്നോടൊന്നും പറയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നും അതെന്താ എന്നോട് സംസാരിക്കാത്ത എന്നുള്ള തോന്നൽ വരുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. 306 അല്ലേ സാർ? 306 എടുത്തു. പറഞ്ഞോളൂ. അല്ല, ഭർത്താവ് മരിച്ചുപോയ എനിക്ക് ഒന്ന് കാര്യം പറയുവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കളിതാമാശ പറയുവോ ഒക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിനൊരു അന്നേരം എനിക്കും ഇവരൊക്കെ ഇങ്ങനെ കളിയും തമാശയൊക്കെ പറയുമ്പോൾ എന്നോട് എന്നെ ഒന്ന് നോക്കിയ പോലും ഒരു പരിഗണന ചെയ്യാതെ ഇരിക്കുന്ന ഉടനെ എനിക്ക് ഒരു കുശുമ്പും ഒരു വിഷമവും ഒക്കെ ഉണ്ടാവും സാറേ. അതെല്ലാവർക്കും ഉണ്ടാവുന്നതല്ലയോ? അമ്മയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കേസിലേക്കുള്ള? അതെ, ഇവിടെ അടുക്കളയിൽ കയറുന്നതും പാചകം ചെയ്യുന്നതും ഞാനാ. അതെനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല, അമ്മയെ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം. അതിന് എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങൾ തമ്മിൽ രഹസ്യം പറയുന്നത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അമ്മയോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും. അത് ഞങ്ങൾ പറയുന്നു, ചിരിക്കുന്നു. ഇതൊക്കെ അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അമ്മ ഉണ്ടോ എന്ന് പോലും ഒന്ന് ശ്രദ്ധിച്ചേനെ. ഇതൊക്കെ ഇച്ചിരി കൂടുതലാണ്. അല്ല പൊന്നു സാറേ, 10ാം ക്ലാസ് വരെ ഞാൻ അമ്മയുടെ കൂടായിരുന്നു കിടക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അമ്മ എന്തോത്തിനാണ് എൻ്റെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. ഒന്നാം മോനല്ലയോ ഞാൻ? അത് നോട്ട് ചെയ്തല്ലോ സാർ. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും പറഞ്ഞു വെച്ച് നോക്കുമ്പം അമ്മയുടെ ഭാഗത്താണ് ശരിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്.
ഞങ്ങൾക്കല്ല അഡ്വക്കേറ്റ് മുസാഫിന് മനസ്സിലായത്. അങ്ങനെയല്ല ശ്രദ്ധിക്കും, അത് കറക്റ്റായിട്ട് പോയിന്റ് ശ്രദ്ധിച്ചു. കാരണം അത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന IPC തന്നെ കണ്ടില്ല. ഇത്ര നോക്കൂ, കാരണം 10 മാസം മുമ്പ് പറ്റ അമ്മയ്ക്ക് ഇത്രയും അവഗണനകൾ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തുമാത്രം അവർ വിഷമിച്ചിട്ടുണ്ട്. പോയിന്റ് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് മുസാഫിർ ഞാൻ പറഞ്ഞത്. ആ പുരുഷനെ ആശ്രയിച്ചാണ് ആ സ്ത്രീ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മയെ പിടിച്ച് അവരെങ്ങനെ നടുക്ക് വെക്കും? ഈ അമ്മയുടെ കൂടെ അല്ലേ പുരുഷൻ ഇത്ര നാളും കഴിഞ്ഞത്? ആ സ്നേഹമല്ല അമ്മയ്ക്ക് കിട്ടിയില്ല അയാളുടെ കയ്യിൽ നിന്ന്. ഇനി ആ സ്ത്രീക്ക് കൊടുക്കട്ടെ, ആ കുട്ടിക്ക് കൊടുക്കട്ടെ, ആ കുട്ടി അനുഭവിക്കട്ടെ. അല്ലല്ല, അതങ്ങനെ ശരി. ഇപ്പോൾ പുതിയൊരു പെണ്ണിങ്ങോട്ട് കയറി വന്നെന്ന് പറഞ്ഞ് സ്വന്തം അമ്മയെ കളയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യരുത്. അത് കറക്റ്റ് അല്ല. അത് സത്യം ഇത് പിന്നെ ഹരിസാറും കൃഷ്ണസാറും പറഞ്ഞാൽ നിന്നെ ചീത്ത വിളിക്കും. അങ്ങനെ ചെയ്യരുത് സുദേവ, ഞാൻ പറയുന്ന കേക്ക്. ഒരിക്കലും ചീത്ത വിളിക്കത്തില്ല. അവരറിഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് മടക്കി നിന്റെ തല പൊട്ടിക്കും. സുദേവ, ഈ സെക്ഷൻ എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പറയും, ഞാൻ പറഞ്ഞില്ല അമ്മയാണ് നിരപരാധി. ഞാൻ ഇത് വലിക്കാനല്ല എഴുതി വെച്ചിരിക്കുന്നത്. ആ പയ്യന്റെ ഭാഗത്താണ് ഞാൻ ആ പയ്യന്റെ കൂടെ നിൽക്കുള്ളൂ. എൻ്റെ പൊന്നു സുദേവ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. എന്റെ മുസാഫിറെ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക. അമ്മയുടെ ഭാഗത്താണ് ശരി. ആ പയ്യന്റെ ഭാഗത്താണ് ശരി മുസാഫിർ. എടാ നിനക്ക് നിന്നോട് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. അമ്മയുടെ ഭാഗത്താണ് ശരി, ഇവരുടെ ഭാഗത്തല്ല. 10 മാസം നൊന്ത് പ്രസവിച്ച് ഇവിടെ വളർത്തിക്കൊണ്ടുവന്ന ആ തള്ളനെ ഉപേക്ഷിച്ചിട്ട് ആ പെണ്ണിനോട് പോകണം എന്ന് പറയുന്നേ. ആ പെണ്ണിനെ 10 മാസം ചുവന്ന് പ്രസവിച്ചതാ ഒരു അമ്മ. ആ അമ്മയും അച്ഛനെയും വിട്ട് ഇവനെ ആശ്രയിച്ച് ഈ പെണ്ണ് വരണമെങ്കിൽ അവനെ തുണയെ കണ്ടിട്ടാണ് ആ പെണ്ണ് വന്നത്. അപ്പൊ പിന്നെ ഈ അമ്മയുടെ കൂടെ നിൽക്കണ. എടാ ഇത് കേൾക്കുന്നേ. എടാ ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ ഈ തള്ള ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നില്ലയോ? ഒന്ന് വയ്യാതെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകില്ല. ഇത്ര നാൾ ഈ അമ്മയുടെ കൂടെ വന്നിട്ട് ഈ അമ്മയ്ക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിന്റെ കൂടെ വേണം ആ പയ്യൻ നിൽക്കാൻ. ഒന്നും പറയുന്നത് നടക്കത്തില്ല. ഈ രീതി ഞാൻ കാണിച്ചു തരാം. നിന്റെ പണി നിങ്ങൾ അമ്മ ഈ കേസ് ഞാൻ എടുത്തിരിക്കുന്നു. ഈ കേസ് ഈ കേസ് ഞാൻ എടുത്തിട്ടോ. എന്നാ കാണിച്ചേ. ഇനി ഹരികൃഷ്ണൻ അസോസിയേറ്റിൽ മുസാഫറും ഇല്ല, സുധവും ഇല്ല. നിന്നെ ഞാൻ പിടിച്ചു പിടിക്കൂടാ. നിന്റെ കള്ള സർട്ടിഫിക്കറ്റ് ഇന്നലെ അവരെ നീ പറയുമ്പോ ഒരു പിടിച്ചു വിടാൻ നിൽക്കണോടാ. കാശ്മീരി കേരള തോന്നി ദിവസം കിട്ടും. അടിക്കല്ലേ? പക്കറത്തോപ്പെടാണ് ഇന്നില്ല. ഹരികൃഷ്ണൻ അസോസിയേഷൻ ഇനിയില്ല. അടിച്ചു കൊടുത്തി കാണിച്ചു തരാം. നീ അവർ മോനെ, എൻ്റെ വക്കീലിൻ്റെ പൈസയും കൂടെ മക്കളും കൊടുത്തേക്കണേ. രണ്ടുപേരും ഒരാളാണ് തരുന്നേ. കേസ് കുഴപ്പമില്ല. ഇറങ്ങിപ്പോടാ. എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. ഇവിടെ എന്തോ ഈ നടക്കുന്നത്? അമ്മയും മോനും തമ്മിൽ വഴക്ക്. അമ്മയുടെ വക്കീലിനും മോൻ്റെ വക്കീലിനും മോൻ പൈസ കൊടുക്കുന്നു. വക്കീലന്മാരെ ഭയങ്കര വഴക്ക്. വക്കീലന്മാർ വഴക്കുണ്ടാക്കുമ്പം അമ്മയും മോനും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്കത് മനസ്സിലാവുന്നില്ല. വെളിയിലോട്ട് പറയുന്നതിന് നാണക്കേടാ. വേറൊരാളോട് എങ്ങനെ പറയും? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിപ്പോൾ സ്റ്റോപ്പ് ആക്കിക്കോണം. ഈ കളിതമാശയും കോക്കാമ്പിച്ചുകളും ഇതൊന്നും ജീവിതത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിപ്പം നിർത്തിയില്ലെങ്കിൽ അടുത്തത് എൻ്റെ കേസായിരിക്കും. ഞാൻ ഡിവോഴ്സിനായിരിക്കും ഫയൽ ചെയ്യാൻ പോകുന്നത്.
പിന്നെ നമ്മൾ തമ്മിലായിരിക്കും നേർക്ക് നേർ കണ്ടുമുട്ടാൻ പോകുന്നത്. ഉറപ്പായിട്ടും. എനിക്കിങ്ങനെ മാനം കെട്ടി ജീവിക്കാൻ പറ്റത്തില്ല. കേട്ടോ പറഞ്ഞത്? അവൾ ഡൈവോഴ്സിന് ഫയൽ ചെയ്യാൻ പോവാന്ന്. ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അവൾ ഡൈവോഴ്സിന് ഫയൽ ചെയ്ത് കഴിഞ്ഞിരുന്നാലേ അവൻ്റെ മുതൽ മൊത്തം ഇവക്ക് കൊടുക്കേണ്ടി വരും. എൻ്റെ കുഞ്ഞിൻ്റെ മുതൽ മൊത്തം പോകും. അവൾ പൈസയോടുള്ള ഒരൊറ്റ നോട്ടവേ ഉള്ളവക്ക്. അതുകൊണ്ട് അത് അനുവദിച്ചുകൂടാ. അതുകൊണ്ട് അതിനൊരു ബുദ്ധിയുണ്ട്. അവളിത് തന്ത്രപൂർവ്വം കളിച്ചമ്മേ. അമ്മയുടെ എൻ്റെയും കേസിൻ്റെ പിറയിൽ ഒരുപാട് പൈസ അമ്മയുടെ പേരിൽ വന്നു ചേരുമെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾ ഡിവോഴ്സിന് ഫയൽ ചെയ്ത. കാരണം ഈ പൈസ അടിച്ചുകൊണ്ട് അവൾക്ക് പോകാമല്ലോ, അതാ കാര്യം. അമ്മയ്ക്ക് ഈ ബുദ്ധി തോന്നുന്നതിന് മുമ്പേ എനിക്ക് തോന്നിയതാണ്. അതുകൊണ്ട് അച്ഛൻ എൻ്റെ പേരിൽ എഴുതി വെച്ച വസ്തുക്കളും എൻ്റെ കയ്യിൽ കിടക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റും അങ്ങനെ എല്ലാം അമ്മയുടെ പേരിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. തൽക്കാലം ഇത് അവൾ അറിയണ്ട. എന്തുവാ കുറച്ച് ദിവസം കൊണ്ട് മുഖം പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ? എൻ്റെ കേസൊക്കെ സോൾവ് ആയോ അമ്മയായിട്ടുള്ള? അമ്മയും മക്കളും ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കും. പക്ഷേ സോൾവ് ആക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളല്ലേ മറ്റു ചിലരൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. വേറെന്ത് കേസ്? എന്ത് കുരുക്ക് ഒപ്പിച്ചു? ഇനിയും ഞാനല്ല കുരുക്കൊപ്പിച്ചത്, നീയാ കുരുക്കൊപ്പിച്ചത്. നീ ഡിവോഴ്സ് ചെയ്യാൻ പോയില്ലേ? അത് അന്ന് പറഞ്ഞത്. അയ്യേ, നിങ്ങൾക്ക് എന്താ മനുഷ്യ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഞാൻ അതൊക്കെ കണ്ട് ഫ്രസ്ട്രേഷനിൽ എന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ച് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു ബുദ്ധിമോശം കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടേ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് മണ്ടത്തിനാ ഒപ്പിച്ചത്? എൻ്റെ പൊന്നു ബുദ്ധൂസേ, എനിക്ക് നീലാതെ ജീവിക്കാൻ പറ്റുമോ? ഞാൻ എന്തൊക്കെയോ ദേഷ്യത്തിന് പറഞ്ഞെന്ന് വെച്ച് എന്തൊക്കെയാ കാണിക്കുന്നേ? ഡിവോഴ്സ് ഒന്നും കൊടുത്തില്ലേ? എന്ത് കൊടുത്താ ഞാൻ ഇവിടെ നിൽക്കുവോ? എന്താ ഒപ്പിച്ചു വെച്ചേ? ഞാനിപ്പോ വരാം. ബുദ്ധൂസ്. അമ്മേ, അമ്മ ഒരു കാര്യം പറഞ്ഞു. ഇല്ല. നമുക്കൊരബദ്ധം പറ്റിയത്. എന്തോ പറ്റി? അമ്മയുടെ എൻ്റെ പ്രശ്നത്തിന്റെ സമയത്തേ അവൾ ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് അവള് പറഞ്ഞ ഡിവോഴ്സ് ആവുക. അവള് വെറുതെ കള്ളത്തരം പറഞ്ഞ. ഷോ, ഇപ്പൊ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യും, അമ്മ ഇങ്ങ് തിരിച്ചെഴുതാ. അവള് വെറുതെ പറഞ്ഞില്ലയോ? തിരിച്ചെഴുതി തരാനോ? അതിനെ വലിച്ചാ മതി. വലിച്ചാ മതി എന്ന്. എന്തോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെ സംസാരിക്കുന്നതോ? ഇവള് നാളെ കാലത്തിന് ഡിവോഴ്സിന് എഴുതി കൊടുക്കത്തില്ലെന്ന് എന്തുവാ എനിക്ക് ഉറപ്പാ? നീ നാളെ ഒരെണ്ണത്തിനെ കൊണ്ടുവരത്തില്ലെന്ന് എന്തു ഉറപ്പാ? അതുകൊണ്ടേ എന്റെ കയ്യിൽ ഒരു പിടിവള്ളി വേണം. തരത്തില്ല മോനെ, തരത്തില്ല. ആഫ്റ്റർ മൈ ഡെത്ത് ലിഖേഖ എന്ന് വെച്ചാ മരണശേഷം എടുത്തോളാന്. അപ്പൊ എന്റെ ഇതൊക്കെ നീയോ?